നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ആദ്യ വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളികളുടെ അഭിമാനമായിരുന്നു എസ് ശ്രീശാന്ത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ പലതും സംഭവിച്ചു. വാതുവെപ്പ് കേസിൽ അറസ്റ്റിലാകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. അതുപോലെ ഹർഭജൻ ഒരു IPL മത്സരത്തിൽ വെച്ച് കളി കഴിഞ്ഞിട്ട് ശ്രീശാന്തിനെ അടിക്കുന്നൊരവസ്ഥയുണ്ടായി. അതിൻ്റെ വീഡിയോ സമീപകാലത്ത് ലളിത് മോഡി പങ്കുവെക്കുകയും നമ്മളെല്ലാവരും അത് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഹർഭജനെ തല്ലാൻ പോയ അല്ലെങ്കിൽ തിരിച്ചുന്താൻ പോയ തന്നെ ബ്രെറ്റ്ലിയും മറ്റുമൊക്കെ പിടിച്ചു മാറ്റുകയായിരുന്നു എന്ന് ഇപ്പോൾ ശ്രീശാന്ത് തുറന്നു പറയുന്നുണ്ട്. കൂടാതെ ആ സംഭവം ഒരു പരസ്യത്തിൽ അഭിനയിച്ച് അതിൽ നിന്ന് 80 ലക്ഷം 1 കോടി രൂപയോളം ഹർഭജൻ സിംഗ് സമ്പാദിച്ചെന്നും എന്നിട്ട് തന്നെ വിളിച്ച് അത് സ്റ്റോറി വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്നുമൊക്കെ ഇപ്പോൾ ശ്രീശാന്ത് തുറന്നു പറയുന്നുണ്ട്. മാതൃഭൂമി ന്യൂസുമായിട്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ ആ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അപ്പോൾ അതിൽ ഈ ഒരു കാര്യം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മലയാളി ആയതുകൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ശ്രീശാന്ത് പറയുകയാണ്, ലോകകപ്പിൽ ആ ക്യാച്ച് എടുത്ത് അന്ന് ഏറ്റവും കൂടുതൽ പ്രചരിച്ച സന്ദേശം മിസ്ബാഉൽ ഹക്ക് ഫോർഗെറ്റ് ദി ഫാക്ട് ദാറ്റ് ദർ ഇസ് എ മലയാളി ഇൻ എവറി കോർണർ ഓഫ് ദി വേൾഡ്. മിസ്ബാഉൽ ഹക്ക് മറന്നുപോയി ലോകത്തിലെ എല്ലാ കോർണറിലും ഒരു മലയാളി ഉണ്ടെന്നുള്ള കാര്യം. അത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിപ്പോൾ ഡ്രസ്സിങ് റൂമിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ആ ഒരു വാശി വേറെ ലെവലാണ്. അത് ഹർഭജനും ആർക്കും ഇഷ്ടമല്ല. ഈയിടക്ക് പുള്ളി അതിനെക്കുറിച്ചൊരു ആഡ് ഉണ്ടാക്കി. പുള്ളി പൈസ ഉണ്ടാക്കി, 80 ലക്ഷമോ 1 കോടി രൂപയ്ക്കോ എന്തോ. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നീ അതിൻ്റെ സ്റ്റോറി ഇടണം. ഞാൻ പറഞ്ഞു പൊറുക്കാം, പക്ഷെ മറക്കരുത്. അന്ന് തൻ്റെ ആ മുഖത്തടിച്ച സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. പൊറുക്കാം, പക്ഷെ അത് മറക്കരുത്. ഒരാളൊരു തെറ്റ് നമ്മുടെ എതിരെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് പൊറുക്കാം, പക്ഷെ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ആ സെയിം വ്യക്തി നമ്മുടെ അടുത്ത് വീണ്ടും അതേ തെറ്റ് ചെയ്യും. അതിന് വലിയ ഉദാഹരണം പുള്ളിയാണ്. അതിലൊരു ഡൗട്ടുമില്ല. ശ്രീശാന്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണ് ചിലർ. അവർക്ക് വേണ്ടി പറയുകയാണ്, ഞാനും പുള്ളിയുമായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ എപ്പോഴും ഒരു ബ്രദറാണെന്നൊക്കെ പറയുമായിരുന്നു പുള്ളിയെക്കുറിച്ച്. ആയിരുന്നു, പക്ഷെ 2 മാസം മുമ്പ് എന്തോ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ വരെ പുള്ളിയെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് പൊറുക്കാനാണ്. അദ്ദേഹത്തിനെതിരെ എനിക്കൊരു പരാതിയുമില്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യവുമില്ല. മേ ഗോഡ് ബ്ലെസ് ഹിം ആൻഡ് ഹിസ് ഫാമിലി. പല അഭിമുഖങ്ങളിലും അശ്വിൻ്റെ ഇൻ്റർവ്യൂവിലും ഒക്കെ പുള്ളി എൻ്റെ മോളുടെ കഥ പറഞ്ഞു. എനിക്ക് വിഷമമായി. ഇതൊക്കെ കാണുമ്പോൾ ആരും വിചാരിക്കും എന്തൊരു നല്ല മനുഷ്യൻ. നല്ല മനുഷ്യനാണ്, പക്ഷേ എൻ്റെ അടുത്ത് ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ തൊട്ട് ഇപ്പോൾ വരെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വെറും അഭിനയമായിരുന്നു. അതെനിക്ക് പറ്റത്തില്ല. ആ ഒരു വിഷയം കുറേ മലയാളികൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അന്ന് തിരിച്ചു തല്ലിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഉന്തിയിരുന്നെങ്കിൽ ഞാൻ ഉന്താൻ പോയതാണ്. പക്ഷേ ഭാഗ്യത്തിന് എന്നെ ബ്രെറ്റ്ലിയും മറ്റും കയറിപ്പിടിച്ചു. അന്ന് TV വരെ ഇരുന്ന് അവൻ മലയാളികളെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളുണ്ട്. അവരോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അന്ന് നിങ്ങൾ എന്നെ സഹായിക്കുമായിരുന്നോ? അന്ന് ഞാൻ അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ഉന്തിയിരുന്നെങ്കിൽ ഞാൻ അന്ന് ലൈഫ് ബാൻ ആകുമായിരുന്നു. ഇതാണിപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാതൃഭൂമി.com ഈ വാക്കുകളാണ് നമ്മളിതിൻ്റെ അടിസ്ഥാനമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് നമ്മുടെ സോഴ്സ്. ഏതായാലും ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പിന്നെ അത് വെച്ച് അത് അഭിനയിച്ച് 80 ലക്ഷം 1 കോടിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥ. സഹതാരത്തെ തല്ലിയതാണിത്. ആ കാര്യം കൂടി ഓർക്കണം. വല്ലാത്ത മനുഷ്യൻ തന്നെ ഈ ഹർഭജൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.